അപ്പോൾ ഇന്ന് ജൂലൈ 27 ഞായറാഴ്ചയാണ് കേട്ടോ. നമ്മൾ രാവിലെ സൂര്യകാന്തിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് തെങ്കാശിയിലോട്ട് പോവാണ് കേട്ടോ. രാവിലെ നല്ല മഴയാണ്. നമ്മൾ പോകുന്നത് 4:05 എന്നാണ് പോകുന്നത് കേട്ടോ. 4:05 തെങ്കാശിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നല്ല മഴയാണ് കേട്ടോ. സമയം ഏകദേശം 6 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങിയ സമയം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് രാവിലെ തെങ്കാശി പോകണം കേട്ടോ. സൂര്യകാന്തി പൂത്തിക്കുന്ന കാണാൻ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. 6 മണിക്ക് ഇറങ്ങി. രാവിലെ ഇറങ്ങിയ മഴയായിരുന്നു കേട്ടോ. മഴ കാരണം ഇച്ചിരി ലേറ്റായിപ്പോൾ. റോഡിൽ മഴയുണ്ട്. അപ്പം എന്തായാലും നമ്മളിപ്പം നന്ദിയോടുന്ന സ്ഥലത്തുള്ള പാലോടൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂർ നമ്മളിപ്പോൾ തെന്മല കഴിഞ്ഞ് 13 കണ്ടറ 13 ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയും. അവിടെ നിൽക്കുന്ന കേട്ടോ. ഇവിടെ ഈ ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ തെങ്കാശിക്ക് പോകുന്നത്. ചെങ്കോട്ട അവിടെ തെങ്കാശി. അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. നമ്മൾ ചില സമയത്ത് ഉണക്കാണെങ്കിൽ ഇവിടെ ഒട്ടും വെള്ളം കാണത്തില്ല. ഇവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂട്ടിൽ ട്രെയിൻ കുറവാണ് കേട്ടോ. ഞാൻ നേരത്തെ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ട്രെയിനിൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പം ഈ ട്രെയിനിൽ കൊല്ലം ചെങ്കോട്ട റൂട്ടാണ് ഈ 13 കണ്ടറ പാലം വരുന്നത്. റെയിൽവേയുടെ ഇതിൽ വരുന്നത് കൊല്ലം ചെങ്കോട്ട റൂട്ടാണ് കേട്ടോ ഈ കാണുന്നത്. 13 കണ്ടറ പാലം വരുന്നത് കൊല്ലം ചെങ്കോട്ട റൂട്ടിലാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ 13 കണ്ടറ പാലം, അതിൻ്റെ സൈഡിൽ ചെറിയ വഴിയുണ്ട് കേട്ടോ. വഴി കയറി വരാം. അതിൻ്റെ മേലെ വന്നിട്ടുള്ള വ്യൂ ആണ്. റോഡിൻ്റെ 2 ഭാഗത്തും നല്ല മനോഹരമായ കാഴ്ച. ഈ സൈഡിൽ വെള്ളച്ചാട്ടമുണ്ട്. നല്ല ഇവിടെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുപോലെ ഇപ്പുറത്തെ 13 കണ്ടറ പാലം. എന്തായാലും നമ്മളിനി ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടെ നല്ല ദൂരം ഉണ്ട് കേട്ടോ. ഇനി 6 മണിക്ക് ഇറങ്ങിയതാണ്. സംഭവം ചെങ്കോട്ടയിൽ എത്താനായിട്ട് 90 കിലോമീറ്ററാണ്. ജോക്കൂട്ടിൻ്റെ ഷർട്ടിൽ കാരണം നമ്മൾ ലേറ്റായി ഇപ്പോൾ ഏകദേശം ചെങ്കോട്ടയ്ക്ക് എത്തേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നമുക്കിനി ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബസ് റൂട്ടാണ്. തമിഴ്നാട് ബസ്സുണ്ട്. തെങ്കാശിക്ക് തമിഴ്നാട് ബസ്സുണ്ട്. അതുപോലെ നമ്മുടെ കേരള KSRTC സർവീസ് നടന്ന റൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ്മല പോകുന്ന ഇവിടെ നിന്നാണ് കേട്ടോ. ഇതിപ്പോൾ ആര്യങ്കാവായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനിയും കേരള ബോർഡറാണ്. തമിഴ്നാട് ആവാറായി. അപ്പോൾ ഈ ഒരു വഴിയിൽ നിന്ന് വേണം നമ്മുടെ റോസ്മല പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി ഒരു പമ്പിൽ നിർത്തിയാണ് കേട്ടോ. പമ്പിൽ നിന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം ഇനി ഫുഡ് കഴിക്കണം. ഇതിന് തൊട്ടപ്പുറത്തൊരു ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരം പോകുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇനി ഫുഡ് കഴിക്കണം. വളരെ മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ വന്ന വഴിക്ക് മഴയുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മഴയൊന്നുമില്ല. എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ്. പക്ഷേ ഈ പ്രാവശ്യം സൂര്യകാന്തി അത് വിളവെടുപ്പ് കുറവാണെന്നാണ് അറിഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ പോലെ ഇല്ലെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് പോയിട്ട് സ്ഥലം എന്തായാലും തപ്പി പിടിക്കണം. എന്തായാലും നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുമ്പോൾ എൻ്റെ ഈ ഒരു ഹോട്ടൽ ചെങ്കോട്ട എത്താൻ നേരം ഹോട്ടൽ ഹരിഹരൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ ബോർഡൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നല്ല ഹോട്ടലാണ്. നമ്മൾ നേരത്തെ ഓഫീസിലെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മൾ സൈറ്റ് വിസിറ്റ് വരുമ്പോൾ ഇവിടെ കയറുന്നൊരു കടയാണ്. അപ്പോൾ നല്ലൊരു ഷോപ്പ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള എന്തായാലും നല്ല ഫുഡും പൂരി മസാല ദോശ അതെല്ലാം ഐറ്റംസ്. അപ്പോൾ നമ്മളവിടെ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. സമയം 12 ലേറ്റായിപ്പോയി. നമ്മളിനി അടുത്ത് ഇവിടെ നേരെ ഫസ്റ്റ് പോകുന്ന നമ്മുടെ സൂര്യകാന്തി പാടം അങ്ങോട്ട് അവിടെ സുരണ്ടൈ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സുരണ്ടൈ സുന്ദരപാണ്ഡിപുരം ആ ഒരു സ്ഥലമാണ്. അങ്ങോട്ടൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം 20 കിലോമീറ്ററോളം ഉണ്ട് അവിടെ എത്താനായിട്ട്. ചേട്ടൊക്കെ വരുമ്പോഴും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടൽ. നല്ല അത്യാവശ്യം നല്ല സിറ്റിംഗ് ഒക്കെ ഉണ്ട്. 100-150 പേർക്ക് ഇരിക്കാൻ പറ്റിയ നല്ല സിറ്റിംഗ് ഒക്കെ ഉള്ളൊരു ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങി നേരെ സൺഫ്ലവർ ഗാർഡൻ ലക്ഷ്യമാക്കി പോവാണ് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ സൺഫ്ലവർ ഗാർഡൻ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് ലാസ്റ്റ് പോവാണ്. അവിടെ സൺഫ്ലവർ ഉണ്ടെന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ ഇവിടുന്ന് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് നടന്ന് പോവാണ്. അവിടെ പോയിട്ട് നോക്കാം കേട്ടോ എന്താ അവസ്ഥയെന്ന്. മിക്കവാറും ശോകമാകുമെന്ന് തോന്നുന്നു. ഈ വർഷം കുറവാണെന്നാണ് പറഞ്ഞത്. സൺഫ്ലവർ കൃഷി കുറവാണ്, വലിയ ലാഭമൊന്നുമില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ടേ. പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകണം. എന്തായാലും നമ്മൾ ആദ്യം ഒരു
നമ്മുടെ സൂര്യകാന്തി കാണാൻ വന്നേക്കണം കേട്ടോ. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ 1-2 പൂവൊക്കെ ഉണ്ട്. ചെറുക്കൻ നമ്മുടെ 25 രൂപ വാങ്ങിച്ചു കേട്ടോ. ഒരാൾക്ക് 25 രൂപ വെച്ച് മതി. ഇപ്പോൾ പൂവൊന്നുമില്ല, 25 രൂപ വെച്ച് മതി എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. കുറച്ച് പൂവേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് കാണാം. മറ്റേ സ്ഥലത്ത് നോക്കാം. இங்கெல்லாம் சீசன் முடிஞ்சிட்டேன். இது சீசன் முடிஞ்சிட்டாங்களா? இது சீசன் முடிஞ்சிட்டு பெரிய பெரிய செடி வளர்க்கலாம். இப்போ இம்மா வாரது வந்து கொஞ்சம் பெருசாக வரும். இனி வரும் இதில் வேறு வருமா? அதான் 3 வாட்டை விதை ஊனி இருக்கும். ஒரு மாதத்துக்கு ஒருக்க ஒன்று. ஒரு மாதம் இருக்கு. இது வந்து முதல் மாதம் ஒன்றுது, அடுத்த 2ஆம் மாதம், அப்படி 3ஆம் மாதம். ഓ அப்படி தான் വരും. ഇതിൻ്റെ അകത്ത് വന്നിട്ട് തക്കാളി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തക്കാളി കൃഷിയുണ്ട്. തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക, അതുപോലെ പച്ചമുളക്, വെണ്ടയ്ക്ക, പിന്നെ പയറിടയ്ക്ക് നിൽക്കുന്നുണ്ട്. ആ മഞ്ഞ വെള്ള കളർ കാണുന്ന എന്തോ പയറാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ ഒരു സ്ഥലം നമ്മൾ ആദ്യത്തെ സൂര്യകാന്തി പാടം കണ്ടിട്ട് വന്നപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു ഇതാണ് കേട്ടോ. കുറച്ചൊരു അവിടെ നിന്ന് ഈ അടുത്തതിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ വേറെ ഒന്നും ചോദിച്ചായിരുന്നു. അവർ പോയപ്പോൾ ഇവിടെ സൂര്യകാന്തിയൊക്കെ പൂത്ത് നിൽക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ വന്ന് നല്ല കാറ്റാട്ടോ. വെയിലുണ്ടെന്ന് വലിയ ചൂടൊന്നുമില്ല, നല്ല കാറ്റ്. അത് നമ്മൾ ഈ വഴി എന്ന് പറഞ്ഞാൽ സുരണ്ടൈ, തെങ്കാശിയിൽ നിന്ന് സുരണ്ടൈ പോകുന്ന വഴിക്ക് ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലമാണ് നമ്മൾ തെങ്കാശിയിൽ നിന്ന് വരുന്ന വഴിയാണ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, തെങ്കാശി 13 കിലോമീറ്ററാണ്. അവിടെ നിന്ന് വന്ന് ഈ റോഡിൽ കൂടെ പോയി ഇവിടെ ഒരു സൺഫ്ലവർ എന്ന ബോർഡുണ്ട്. അതുപോലെ ഒരു ലൈറ്റ് കാണാം കേട്ടോ. ലൈറ്റിന് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകണം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ രണ്ടാമത് വന്ന സൺഫ്ലവർ ഗാർഡൻ ആണ് കേട്ടോ. ഇവിടെ ഒരു 3-4 പാടം നിറയെ സൺഫ്ലവർ ഉണ്ട്. ഇവിടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് ഒരാൾക്ക് അവർ നമ്മുടെ നിന്ന് 30 രൂപയാണ് വാങ്ങിച്ചത് കേട്ടോ. 30 രൂപ വെച്ച് ചെറിയ ആൾക്ക് പൈസ വാങ്ങിച്ചില്ല. എന്നാലും നമ്മൾ 100 രൂപ റൗണ്ട് ചെയ്ത് കൊടുത്തു. 10 രൂപ തിരിച്ചു തന്നില്ല കേട്ടോ. അവർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ അപ്പുറത്ത് ഉള്ളി കൃഷിയാണ് കേട്ടോ. നമ്മളിത് ഈ ഓരോരുത്തർ പാടത്ത് ഈ ഒരു സമയമാകുമ്പം ഇതിൽ നിന്നൊക്കെ ഇച്ചിരി പൈസ ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്, വരുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ. അതാണ് ഇവരുടെ ഒരു വരുമാനം ഈ പാടത്ത് ഇത് നടത്തുന്നതിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഉള്ളിയാണ്. ഉള്ളി ഇങ്ങനെ ഉള്ളിത്തണ്ടാണ്. അപ്പോൾ നമ്മൾ വന്ന ഈ സൺഫ്ലവറിൻ്റെ കൃഷിയുടെ തൊട്ടടുത്ത് തന്നെ ഇത് ഉള്ളിത്തണ്ടാണ് കേട്ടോ. ഉള്ളിയുണ്ട്, അതുപോലെ കുറച്ചപ്പുറത്ത് തക്കാളി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഉള്ളി, ചെറിയ ഉള്ളിയാണ് കേട്ടോ. സവാളയല്ല, ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് വെണ്ടയ്ക്കയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പാടത്താണ് ഈ ഫുള്ള് സൺഫ്ലവർ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഇപ്പോൾ സൺഫ്ലവർ അത് പൂത്ത് നിൽക്കുന്നത് സൂര്യൻ്റെ ദിശ അനുസരിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. വൈകിട്ടാകുമ്പം അത് സൂര്യൻ്റെ ദിശ അനുസരിച്ച് മാറുമെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനൊരു വേറൊരു വീഡിയോയിൽ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടാണ് കേട്ടോ. എന്തായാലും നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ക്ലാരിറ്റി, നല്ല മൊബൈലൊക്കെ ആണെങ്കിൽ നല്ല ക്യാമറ കൊണ്ട് നമുക്ക് ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നല്ല ഒത്തിരി ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് സൺഫ്ലവർ ഇല്ലായിരുന്നുണ്ട്. അതൊരു ആ സ്ഥലത്തൊന്നും ഇല്ലായിരുന്നു, ഒരു പാടം മാത്രമേ ഉള്ളായിരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കുറേ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണേ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് ഞാൻ അവരോട് ചോദിച്ചു പറയാം. പലരും പല സ്ഥലമാണ് പറയുന്നത്. എൻ്റെ പേര് നമ്മൾ രണ്ടുപേരോട് ചോദിച്ചു, രണ്ടുപേരും വേറെ പേരൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ സ്ഥലമുള്ള ഞാനിവിടെ നമുക്ക് എൻട്രി ടിക്കറ്റ് എന്ന ഒരു കൊച്ചിയുണ്ട്. അപ്പോൾ അവിടെ അവരോട് പൈസ തരുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ കറക്റ്റായിട്ട് സ്ഥലം ചോദിച്ചു നോക്കണം, സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ പിന്നെ പോകുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇതും കൊണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തുവാ നമ്മുടെ ഇടയ്ക്കുള്ള നിൽപ്പുണ്ടോ അങ്ങോട്ടേ ഉള്ളേ ഒരു ഈ സാധനം. ഇവിടെ ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരെന്നെ ഉള്ളിയൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇടത്തൊക്കെ കറക്റ്റാ പേരെന്താ சொல்லு? இந்த இடம் இருக்கு. சுந்தரபாண்டி கைகாட்டி தெங்காசி. கைகாட்டி தெங்காசி. கைகாட்டியா? கைகாட்டி. നെല്ലിക്ക. ഇവിടെ വന്നിട്ട് രാവിലെ 8 മണിക്കാണ് കേട്ടോ ഓപ്പൺ ആവുന്നത്. 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ്.
ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് കൈകാട്ടി എന്നാണ് അവർ പറഞ്ഞത്. കൈകാട്ടി എന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കുറേ സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ മിക്കയിടത്ത് ആദ്യം പോയ സ്ഥലത്ത് അവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ സവാളയും ഇതൊക്കെ ഇവിടെ തന്നെ വിളവെടുക്കുന്ന സാധനം. സവാള അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സൂര്യകാന്തിയെ കണ്ടിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറ്റാലം പോകുന്ന റൂട്ടിലുള്ള ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സലാഡുണ്ട്, പിന്നെ കത്രിക്ക അച്ചാറാന്ന് തോന്നുന്നു ആണ്, പിന്നെ കത്രിക്ക അച്ചാർ, അതുപോലെ ബ്രെഡ് ഹൽവ എന്ന സാധനം കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഒരു നാട്ടുകോഴി ബിരിയാണി, ഒരു സാധാ ചിക്കൻ കോഴി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ റേറ്റൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ഉള്ള കയറാമെന്ന് വിചാരിച്ചാണ് കയറിയത്. അങ്ങനെ നമ്മൾ കുറ്റാലം പോകുന്ന വഴിക്ക് സേലം RR ബിരിയാണി ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറിയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ കുറച്ച് കുഴപ്പമില്ല. നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് ബോർഡർ ചിക്കൻ ഉണ്ട് ചെങ്കോട്ടയിൽ, അവിടെ കയറാനാണ് പ്ലാൻ ചെയ്തത്. നമ്മൾ വഴി തെറ്റി ഗൂഗിൾ മാപ്പൊക്കെ കാണിച്ച് ലാസ്റ്റ് ഇറങ്ങിയ റോഡ് ഇവിടെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ഫുഡിൻ്റെ റേറ്റ് വന്നിട്ട് കുറച്ച് കൂടുതലാണെന്ന് പറയാം. 230, ഒരു ചിക്കൻ ബിരിയാണി 230, പിന്നെ നാട്ടുകോഴി 300, നാട്ടുകോഴി ബിരിയാണി 304, ലൈം സോഡ പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. ലൈം സോഡയ്ക്ക് 58 രൂപയായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ക്യാൻസൽ ചെയ്ത് ബട്ടർ നാൻ ഒരെണ്ണം വാങ്ങിച്ച് 52 രൂപയായി. എന്തായാലും കുഴപ്പമില്ല, ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. സേലം ഫുഡ് നല്ല ഫുഡായിരുന്നു. സേലം RR ബിരിയാണി എന്ന് പറഞ്ഞ് മേലേഗ്രാം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. മേലേഗ്രാം എന്ന സ്ഥലമാണ്. ഈ ഒരു ഡാമിന് പറയുന്നത് ഗുണ്ടാർ ഡാം എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലത്ത് നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്തിട്ട് ഇവിടെ എത്താനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഗുണ്ടൂർ ഡാമിൻ്റെ അവിടെ കയറാനായിട്ട് നമുക്ക് 50 രൂപയാണ് കേട്ടോ. വണ്ടിക്ക് 50 രൂപ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അകത്തോട്ടൊക്കെ വരുമ്പോൾ ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ കടകൾ, മീനൊക്കെ ഒത്തിരി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ചെറിയ മഴയും ഉണ്ട് കേട്ടോ. മിക്ക കടകളിലും ബ്രെഡ് ഓംലെറ്റ് അതുപോലെ മീനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടോ. പാർക്ക് ചെയ്തോടെ തിരിച്ച് നടന്നു പോകണം. ഈ വഴി കൂടെ നടക്കണം കേട്ടോ. കുറച്ച് പക്ഷെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആൾക്കാർ വരുന്ന വളരെ കുറവാണ് കേട്ടോ. കൂടുതൽ തമിഴ്നാട്ടിലെ ആൾക്കാരിനോട് നിൽക്കുന്നത് കണ്ടത്. കേരള വണ്ടികളും കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് കുറ്റാലം പോകണം. ഇവിടെ നിന്ന് നടന്ന് പോകണം കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. നമ്മളൊരു 10-15-20 ആയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ നമ്മൾ റീൽസ് കണ്ട സംഭവം ഒന്നും കാണാനില്ല കേട്ടോ. അവിടെ കടച്ചു വെച്ചേക്കൊന്നും അങ്ങോട്ട്. ഇടയ്ക്ക് 2 റീൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് നല്ല വ്യൂ ഉള്ള റീൽസ് വെച്ചു. ആ സ്ഥലമൊന്നും അടച്ചേക്കുവാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ നടന്നെങ്കിൽ മേളിലെത്താറ കേട്ടോ. ആദ്യത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞു. ആദ്യം ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. രണ്ടാം തന്നെ അടുത്ത വെള്ളച്ചാട്ടം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗുണ്ടൂർ ഡാമിൻ്റെ അവിടെ നിന്ന് മേളിലെത്തിയപ്പം ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. കുറേ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു, അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് വീടാ. തെന്നും കേട്ടോ, തെന്നും കേട്ടോ. ഇച്ചിരി ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മേളിൽ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു നല്ല വെള്ളച്ചാട്ടമാണ്. പക്ഷേ ചെറിയ നമ്മൾ പിള്ളേരൊക്കെ കൊണ്ട് ഇറങ്ങാൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഇവിടെ നല്ല മഴ സമയങ്ങളിൽ തെന്നാൻ ചാൻസ് ഉണ്ട്. താഴോട്ടൊക്കെ നല്ല പാറക്കാട്ടുണ്ട്. നമ്മളിവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ നിന്നൂടെ ഒരു വാട്ടർഫോൾസിൻ്റെ മേളിലുണ്ട്, അങ്ങോട്ട് പോകണം കേട്ടോ. നമ്മളെന്തായാലും ഇപ്പോൾ അതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. അത്യാവശ്യം ആൾക്കാർ ആദ്യത്തെ 2-3 വെള്ളച്ചാട്ടം ഉണ്ട്. എല്ലാവരും കുറച്ച് പേര് അവിടെ നിൽക്കും, മേളോട്ട് വരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആ താഴെ ഇറങ്ങണം. നമ്മളിതിൻ്റെ ഡാമിൻ്റെ ടോപ്പിലെത്തിയായിരുന്നു. നമ്മൾ റീൽസിൽ കണ്ട പോലെ സംഭവമൊന്നും അല്ല കേട്ടോ. ചെറിയ ഇടയ്ക്കിടയ്ക്ക് കുറേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ബാച്ചിലേഴ്സായിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ച് ആഴമൊക്കെയുള്ള സ്ഥലമാണ്. ബാച്ചിലേഴ്സായിട്ടൊക്കെ വരുമ്പോൾ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മളിതിൻ്റെ വെള്ളത്തിൽ ഇറങ്ങി നല്ല കുറ്റാലം പോകണം.
പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഇനി തിരിച്ചിറങ്ങുവാണ്. നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തു കേട്ടോ, മേളിലെത്താനായിട്ട് 40 മിനിറ്റോളം എടുത്തായിരുന്നു. ഇടയ്ക്ക് ഒത്തിരി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ 5ാമത്തെ എപ്പോഴും ജാനദാസ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ മേളിൽ പോയി കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. കുറ്റാലത്തിനെക്കാട്ടിലും തിരക്കുറവ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ഗുണ്ടാർ ഡാം എത്താനായിട്ട് പ്ലാൻ ചെയ്തു കേട്ടോ. പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇത് കാരണം എനിക്ക് നേരത്തെ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളവിടെ ഗേറ്റൊക്കെ അടച്ചിട്ട് 2 സൈഡ് ഗേറ്റ് അടച്ചു. ഇപ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമ്മളെന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ഫോൾസ് കേട്ടോ, കുറ്റാലം 5 ഫോൾസ്. അപ്പോൾ ആദ്യം സാധാ കുറ്റാലം ഫോൾസ് വരും. അതിന് ശേഷമാണ് ഈ വേ ടു നമ്മുടെ ഇങ്ങോട്ട് 5 ഫോൾസ് എന്നുള്ളത് വരുന്നത്. അത്യാവശ്യം പണ്ട് ഇവിടെ തിരക്കില്ലായിരുന്നല്ലോ, ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. നമ്മൾ വന്നപ്പോൾ ഇതിലും തിരക്കായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ കുറച്ച് മാറ്റിയിട്ടിട്ടാണ്, പിന്നെ വണ്ടി നീക്കിയിട്ടാണ് ഇങ്ങോട്ട് നടന്നു വന്നത് കേട്ടോ. കടകളൊക്കെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്നാക്സൊക്കെ വയ്ക്കുന്ന കടകളും അതുപോലെ ടോയ്സൊക്കെ വയ്ക്കും, ടോയ്സ്, അതുപോലെ ചായക്കടകൾ, അതുപോലെ ചിപ്സ്, അങ്ങനത്തെ ഒത്തിരി കടകളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കണ്ടൊരു കാഴ്ചയാണ് നമുക്ക് കണ്ട് ഇതുപോലെ കാടമുട്ട മിക്ക കടകളിലും ഞങ്ങൾ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചേട്ടോ. അപ്പോൾ അങ്ങോട്ട് നമ്മൾ കുറ്റാലം 5 ഫോൾസിൻ്റെ ആദ്യം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പോകാൻ നേരം ആദ്യം വാങ്ങിച്ചായിരുന്നു കേട്ടോ. എന്താ സംഭവം എന്ന് പറയാം. അപ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ട എന്ന് വിചാരിച്ചു. പക്ഷേ പുഴുങ്ങിയ മുട്ട അല്ല കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ട് അവരിനി മുട്ട പൊട്ടിച്ചതിലോട്ട് ഒഴിക്കുവേ. എന്തായാലും നമ്മുടെ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ സാധനം. ഒരു 5 കാടമുട്ട നിരത്തി വെച്ചേക്കും കേട്ടോ. എന്നിട്ട് സ്റ്റിക്കിലാക്കി തരുവേ. അപ്പോൾ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ സംഭവം. പിന്നെ നമ്മൾ കുറ്റാലത്തു നിന്ന് ഇറങ്ങി നേരെ അടുത്ത് വന്നേക്കുന്ന സമയം ഏകദേശം 8 മണിയായി കേട്ടോ. ബോട്ടർ ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ബോട്ടർ ചിക്കൻ കഴിക്കാൻ ശരിയല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബോട്ടർ ചിക്കൻ കഴിക്കാൻ വേണ്ടി റഹ്മത്ത് ബോട്ടർ ചിക്കൻ ഹോട്ടലുണ്ട്, ചെങ്ക് ഹോട്ടലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയേക്കുന്നത്. നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ വന്നിരിക്കുന്ന ബോർഡർ റഹ്മത്ത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ്, തെങ്കാശിയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഈ കടയാണ്. ഈ കട ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ. ഈ 2 കടയിലും അകത്തോട്ട് വണ്ടിയുടെ സ്ഥലമില്ല, ഫുള്ള് തിരക്കാണ്. എന്തായാലും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ തെങ്കാശി യാത്ര വന്ന് തിരിക്കുകയാണ്. നമ്മൾ അകത്തുള്ള വേറൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് ഇരുന്നത്. രണ്ടെണ്ണം ഉണ്ട് ഒരു സൈഡിൽ. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലും ഇവരുടെ തന്നെ കടയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ തിരക്കാണ്. നമ്മൾ സാധാരണ ഇവിടെയാണ് കയറുന്നത് എപ്പോഴും വരുമ്പോൾ. ഇവിടുന്ന് ഇപ്പോൾ ഒന്ന് തിരക്കായതുകൊണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോയതാണ്. പിന്നെ ഒരു നമ്മളിത് കഴിക്കുമ്പോഴൊരു ആവറേജ് ടേസ്റ്റ് എന്ന് പറയാനുള്ളൂ. പക്ഷേ ഭയങ്കര ഒരു ഹൈപ്പുള്ള ഷോപ്പാണ് കേട്ടോ. നമ്മൾ നല്ലൊരു സംഭവം, ഭയങ്കര തിരക്കുണ്ട്. പക്ഷേ ഫുഡൊക്കെ നമുക്കൊരു ആവറേജ് ഫുഡ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ നല്ല തിരക്കാണ് കേട്ടോ. വരുമ്പോൾ ആൾക്കാരോട് വരുന്ന എല്ലാവരും എന്തായാലും മിക്കവാറും വരുന്നവരെല്ലാം ഇവിടെ നിന്നാണ് കയറുന്നത്. പിന്നെ എന്തായാലും നമ്മൾ ഇവിടുന്ന് തെങ്കാശി യാത്ര തിരിച്ച് തിരിക്കാനുണ്ട്. സമയം ഏകദേശം 8 മണിയായി. നമുക്ക് ട്രിവാൻഡ്രം എത്താനായിട്ട് ഏകദേശം 3 മണിക്കൂർ 2.5-3 മണിക്കൂർ എടുക്കുന്നുണ്ടോ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.